നിന്റെ ഭർത്താവിനെ കൊണ്ട് കിടത്താൻ ഈ മുറി മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പോലെ ഈ മുറിക്കകത്ത് കയറത്തില്ലല്ലോടി. ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ. തെറ്റിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാ അമ്മയുടെ മോൻ. അതൊക്കെ നിൽക്കട്ടെ. ഈ മണ്ഡലമാസം എന്ന് പറയുന്നത് കണ്ണന്റെ ജന്മമാസമല്ലേ? പോരാത്തതിന് മലയ്ക്ക് പോകാൻ വേണ്ടി നീ മാല ഇട്ടിട്ടുണ്ടേ. എന്നിട്ടും കണ്ണ നിനക്ക് യാതൊരു വ്യത്യാസമില്ലല്ലോ. എടാ പ്രതാപ, എങ്ങനെ വ്യത്യാസം ഉണ്ടാകാനാ? ജന്മമാസം ആർക്കും അത്ര നല്ലതല്ല. ജന്മമാസത്തിലെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങരുതെന്നാണ് പറയുന്നത്. അതെ, എന്റെ ഒരു ജന്മമാസത്തിലാണല്ലോ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയത് ആ മാസമാണല്ലോ. പിന്നെ ആ മാസം എന്തിനാണ് ഇങ്ങനെ ഏന്തി മരിഞ്ഞ് മലയ്ക്ക് പോകുന്നത്? ആ മാസം അല്ല ഞാൻ പോകുന്നത്. 41 ആവുമ്പോഴേക്കും ജന്മമാസം കഴിയും. ഞാൻ ധനുമാസത്തിലാ മല ചവിട്ടുന്നേ. ഓ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. എന്നാ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മേ? എല്ലാ മാസവും നല്ല മാസമാണ്. പക്ഷേ ചില എരണം കെട്ടവർക്ക് ഏത് മാസവും കുഴപ്പമാ. അതെ, ഞാൻ എരണം കെട്ട ഒരുത്തനാ. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പോലും നല്ല പ്രായത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ഈ എരണം കെട്ട എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമുണ്ടായി. അതാ ദാ ഈ നിൽക്കുന്ന മഹാലക്ഷ്മി. ഇയാളെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം അത്യാവശ്യ ഐശ്വര്യമൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാ ഞാൻ. ഇവളെ ഒരു ദുർമന്ത്രവാദിനിയാണ്. അങ്ങനെയുള്ളവർക്ക് ആദ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഈ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ മാരപ്പടക്കത്തിന് തിരി കൊളുത്തിയതുപോലെ പൊടപടപടപടേന്നിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങളുടെ അമ്മയ്ക്കും മോൾക്കും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്നുണ്ടല്ലോ. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പാടോ. പ്രതാപ, അതൊരു 1.5 കുത്തലായി പോയല്ലോടാ. അതെ അതെ, എന്റെ മുറി വരെ കൈയടക്കാനുള്ള ധൈര്യം കാണിച്ചതല്ലേ. അപ്പൊ ഇതല്ല, ഇതിനപ്പുറം പറയും. പക്ഷേ ഇനി ഇവന്റെ ഒന്നും മുമ്പിൽ ഞാൻ പഞ്ചപൂശ അടക്കി നിൽക്കത്തില്ലമ്മേ. എന്റെ കുഞ്ഞു പോയിന്റെ ദേഷ്യം എന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുക. എന്റെയും. എടാ പ്രതാപ, എന്നാലും ഒന്ന് ഓർത്തു നോക്കിയ, നമ്മളില്ലാത്ത സമയത്ത് അവളും അവിടെ അമ്മയും കൂടി എന്തൊക്കെ ചെയ്തെന്ന് നോക്കി. നിന്റെ മുറി കയറി അലമാരക്കകത്തൊന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയി കാണുമോ? അതിനകത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊന്നും ചെയ്യത്തില്ലമ്മേ. അവൻ പണത്തിലും സ്വർണത്തിലും മുങ്ങി നിൽക്കുന്നവനല്ലേ. എടാ, സ്വർണ്ണ കടക്കാരന് സ്വർണ്ണം എടുത്തോണ്ട് പോയി അവന്റെ കടയിൽ കൊണ്ടുവച്ച പുളിക്കുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊന്നും എനിക്കില്ലമ്മേ. അവന്റെ കാലിന് 1% പോലും പുരോഗതി ഇല്ലാത്ത എന്റെ സന്തോഷം നന്നായിട്ടുണ്ട് താനും. എനിക്കും. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അങ്ങോട്ട് ചാടി കയറി പോയതാ. അതെ, ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എടുക്കാം.